ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാനും ബബ്ലുവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ബോണ്ട് ബിഫോർ ഒരു ഉണ്ണിയും കൂടി വരുമ്പോൾ അവളും ഞാനും എങ്ങനെ ആയിരുന്നു, അവളുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് കാണാമല്ലോ വലിയ കുട്ടിയാകുമ്പോൾ അവളും ഞാനും എങ്ങനെയായിരുന്നു, അവളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ടെങ്കിൽ കൂടി ഉണ്ണിയുടെ എല്ലാ മൂമെൻറ്റ്സുമായിട്ട് ഇങ്ങനെ നമ്മളെടുത്ത് വയ്ക്കാറില്ല. അപ്പോൾ ഇത് എനിക്കിന്ന് എടുക്കണം എന്ന് തോന്നി. ഇനി രണ്ടുണ്ണി വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഒന്നുകൂടെ ചേഞ്ച് ആവും എന്നറിയാം. സോ ഈ ഒരു വീഡിയോ അത്യാവശ്യമാണ് തോന്നിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എത്ര പേർക്ക് ഇഷ്ടമാവും എന്നറിയില്ല. പിന്നെ എൻ്റെ പോലെ ഇതേപോലെ ഒരു ജേണിയിൽ പോകുന്ന കുറച്ച് പേരുണ്ടായിരിക്കും. സെക്കൻഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രഗ്നൻസി, ഫസ്റ്റ് ഉണ്ണീനായിട്ടുള്ള ഒരു കണക്ഷൻസ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ രാവിലെ അവൾ നല്ല ഉറക്കമാണ്, ഒരു മഴ ദിവസമാണ്. എന്നാലും മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ചെറിയ ചാറ്റിൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉണ്ണിയുടെ ഒന്ന് പുതച്ച് കൊടുത്ത് ബെഡ്ഷീറ്റും ഇതൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ അച്ഛൻ വേസ്റ്റൊക്കെ കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. രാവിലെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയി കിച്ചണിൽ പോയിട്ട് എനിക്കുള്ള റാഗിയൊക്കെ കുറുക്കി ഉണ്ടാക്കി, എന്നിട്ട് അത് കുടിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. പിന്നെ ഇഡ്ഡലി ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഇഡ്ഡലി ആയിരുന്നു. അപ്പോൾ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചിരവി കൊടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ ഈ എന്താ പറയുക, റാഗി കുറുക്കിയത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഡെയിലി കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് വരുമ്പോഴത്തേനും നമ്മുടെ ഉണ്ണി നീറ്റു കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണീനെ നീപ്പിക്കുന്ന ഒരു സീനാണ്. അവൾ നീറ്റ് വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീറ്റ് വരും. ചില ദിവസം മൂഡ് ഔട്ടായിരിക്കും, ചില ദിവസം ഭയങ്കര ഇതാണ്. ഇപ്പോൾ ലാസ്റ്റായപ്പോൾ അവളിങ്ങനെ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുക. കുറച്ച് ദിവസം കൂടി ഉള്ള ഉണ്ണി വരാൻ. ഇപ്പോൾ 9th മന്തിലാണ്. സോ ഇങ്ങനെ ഉമ്മ തരിക, അവളങ്ങനെ കൊഞ്ചിക്കുക. രണ്ട് ഉണ്ണികളിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. അവൾക്കിത് ഈ ഒരു വീഡിയോ എപ്പോഴും സ്പെഷ്യലായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി അവൾക്ക് വലുതാവുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ കാണാമല്ലോ. വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രായത്തിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഓർമ്മ കിട്ടിയെന്ന് വരില്ല. സോ ഇതൊരു വീഡിയോ ആയിട്ട് ഇതിൽ യൂട്യൂബിൽ കിടന്നോട്ടെ അല്ലേ. പിന്നെ ഇത് രാവിലെ തന്നെ നീറ്റ് കൊടുന്നപ്പോൾ അമ്മയും അപ്പൂസും അച്ഛനും കൂടി ഇരിക്കണത് അത് കാണുകയാണ്. അപ്പോൾ അപ്പൂസിനെ ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക്. അപ്പോൾ അപ്പൂസും അമ്മയും അച്ഛനും ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊക്കെ കുശുമ്പായിട്ട് അവൾ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വന്ന് നമ്മളെ റൂമൊക്കെ ഒന്ന് തുറന്നിട്ടു, ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ. എന്നിട്ട് പിന്നെ നമ്മൾ ഡെയിലി ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ, അടിച്ച് വാരി തുടയ്ക്കൽ പരിപാടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഓരോ ദിവസം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മീ ടൈം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ച് നേരം നമ്മളിങ്ങനെ വെയിൽ കൊള്ളണം, നല്ലതാണ്. പഴയ വീഡിയോസ് കാണാത്തവർ കണ്ട് നോക്കാട്ടെ, നമ്മൾ ഡേ മൈ ലൈഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിൽ കൊള്ളണത് നല്ലതാണെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ വെയിൽ കൊള്ളണത് കേട്ടോ. ഉണ്ണികൾക്ക് മഞ്ഞപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെയ്യാത്തവരുണ്ടാവും, വലിയ പ്രശ്നങ്ങളില്ലാത്തവരും ഉണ്ടായിരിക്കും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, ഉണ്ണിക്ക് മഞ്ഞപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് അനക്കം നോക്കുന്നുണ്ട് കേട്ടോ, ഉണ്ണിയുടെ അനക്കമൊക്കെ കിട്ടുന്നില്ലേ നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഇടയ്ക്കും തലയ്ക്കൊക്കെ ചെറിയ ചെറിയ കോൺട്രാക്ഷൻസ് എനിക്ക് വരുന്നുണ്ട്, പെയിനൊക്കെ വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ മുടിയൊക്കെ ഒന്ന് കളഞ്ഞ് എണ്ണ തേക്കുമല്ലോ, അത് തന്നെ. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ എണ്ണ തേക്കാറുണ്ട്. നമ്മുടെ ടൈം എടുത്തു. അപ്പോൾ ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായില്ലോ. അപ്പോൾ മാക്സിമം എണ്ണ തേക്കുന്നത് നല്ലതാണെന്ന് അറിയുന്നതുകൊണ്ട്
നമ്മൾ എണ്ണ തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ മഴ പെയ്ത് കുറച്ച് ദിവസം മഴ പെയ്തപ്പോഴത്തേനും ഫുള്ള് പച്ചപ്പ്, അതായത് പുല്ലൊക്കെ മുളച്ച് ഭയങ്കര ഇതായി കണ്ട. ചെറിയ കാർമേഘം ഉണ്ടേനും എന്നാൽ വെയിലുണ്ട്, ഒന്ന് മഴ മാറിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. അപ്പോൾ അനിയൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് സെറ്റായിട്ട് ഇനി അടുത്ത പരിപാടി എന്താ, ബബ്ലുവിനെ ബ്രഷ് ചെയ്യിപ്പിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവളുടെ അടുത്ത് പോയി അവളെ എന്താ പറയുക ബ്രഷ് ചെയ്യാൻ പറയണം. ബ്രഷ് ചെയ്യണതിൻ്റെ മുന്നേ അപ്പൂസ് കൊടുന്ന് മിഠായി എടുത്ത് വായിലിട്ട് കഴിഞ്ഞേക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ പേസ്റ്റൊക്കെ തേച്ച് ബ്രഷ് കൊടുത്തു. ഈ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീമിയുടെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്, മൈൽഡ് ടോൾഡർ ടൂത്ത് പേസ്റ്റ്. ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്. ആൾക്ക് ചില ദിവസമൊക്കെ മടിയാണെങ്കിൽ കൂടി ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ കാരണം പിന്നെയും തേക്കുന്നത്. അപ്പോൾ അവൾക്കൊരു സ്വഭാവം ഉണ്ട്, അതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അപ്പം ഞാൻ അത് കഴിക്കരുതെന്ന് പറയുക കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും അവളൊന്ന് വായൊക്കെ കൊപ്പിളിക്കാൻ തന്നെ അല്ലേ പറയുക, കുലുക്കുയി എന്താ പറയുക, പല ഭാഗത്ത് പലതായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവില്ല. പിന്നെ എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കില്ല. പിന്നെ വിഷ്ണു എങ്ങാനാണെങ്കിലാണ് പിന്നെയും പല്ല് വയ്ക്കാൻ ബ്രഷ് കൊടുക്കുള്ളൂ. അപ്പോൾ ബ്രഷൊക്കെ കറക്റ്റായിട്ട് എനിക്ക് തരില്ല. അത് കഴിഞ്ഞിട്ട് തുള്ളി വെള്ളം ആയാൽ മതി അവളുടെ മേലെ, അവൾക്ക് അപ്പം ഡ്രസ്സ് മാറണം. അപ്പോൾ രാവിലെ ഒന്ന് മുഖം കഴുകിയ പോലും ഒരു തുള്ളി വെള്ളം ആയി കഴിഞ്ഞാൽ അപ്പോൾ അവൾ ഡ്രസ്സ് മാറും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ആൾ വന്നിരുന്നു. അവൾക്കുള്ള 2 ഇഡ്ഡലിയും കൊടുത്തു. അവൾ അവിടെ സെറ്റാക്കി. പിന്നെ നമ്മൾ തുടയ്ക്കാൻ തുടങ്ങിയിട്ടാണ്. തുടയ്ക്കൽ നമ്മൾ ചെയ്യാറ് ഡെയിലി 2 നേരം തുടയ്ക്കും. 2 നേരം തുടയ്ക്കണേൽ വൈകിട്ട് നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ തുടയ്ക്കുള്ളൂ, രാവിലെ മാത്രം നമ്മൾ ഫുള്ളായിട്ട് തുടയ്ക്കും കേട്ടോ. അതുകൊണ്ട് അധികം കച്ചറൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ഒരു ദിവസം ഞാൻ നൈറ്റ് വരെ ഫുൾ വ്ളോഗായിട്ട് എടുക്കുന്നില്ല. അവൾ എൻഗേജ് ആയിട്ട് ഇരുന്നിരുന്ന ആ ഒരു ടൈം വരെ ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കൊടുക്കുന്നത് ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഞാൻ മറന്നുപോയി, വീഡിയോ എടുക്കണ കേസ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ തുടയ്ക്കലൊക്കെ ഇങ്ങനെ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും പിന്നെ കുളിക്കണം. ബബ്ലു അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയി ഞാനൊന്ന് നോക്കും, അവൾ കഴിക്കുന്നില്ലേ എന്നൊക്കെ നോക്കും. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആളുടെ കയ്യിൽ മറ്റേ അച്ഛൻ വട മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് കഴിക്കുന്നു. അപ്പോൾ വട എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, വട കഴിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും പോയി നോക്കുമ്പോൾ ആളുടെ കഴിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാത്തിൽ നിന്നും കുറച്ച് കടിച്ചിട്ട് വെച്ചേക്കാണ്. അല്ലെങ്കിൽ അത് ഫുള്ള് കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് കഴിച്ചപ്പോൾ മതിയായി തോന്നുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ റൂമുകളൊക്കെ സെറ്റാക്കി ഒക്കെ ഇട്ടു. പിന്നെ ഈ ഒരു സൈക്കിൾ അവളുടെ കഴിഞ്ഞ ദിവസം ഫുള്ള് കച്ചറാക്കി വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുകി കൊടുന്ന് വെച്ചതാട്ടോ. പിന്നെ ഇത് അമ്മയുടെ അച്ഛൻ്റെ റൂം. നമ്മുടെ ഹോം ടൂർ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ വീട്. പിന്നെ നമ്മൾ കുളിച്ചു, 2 പേരും കുളിച്ചു. പിന്നെ അവൾക്ക് വാശിയായിരുന്നു, വാശിച്ച ഫോൺ കിട്ടാത്തതിൻ്റെ. അപ്പോൾ ഫോൺ നമ്മൾ മാക്സിമം ഫോൺ കൊടുക്കാറില്ല. പിന്നെ എനിക്കിപ്പോൾ വിശേഷമായപ്പോൾ തീരെ പറ്റാണ്ടാവുമ്പോൾ എടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൊടുത്തത് എനിക്കിപ്പോൾ പണിയായി തോന്നുന്നുണ്ട്. കാരണം ചില സമയത്ത് അവൾ ഇതുപോലെ വാശി പിടിക്കും ഫോണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾ ഞാൻ നടന്ന് കളിച്ചോളും. അപ്പം ഞാൻ രാവിലെ തന്നെ 4 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും ചട്നി എടുത്ത് കഴിക്കുകയാണ്. പിന്നെ അവളപ്പോൾ വാശി പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ സൈക്കിൾ എടുത്ത് ചവിട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ സൈക്കിൾ എന്തോ ഞാൻ കഴുകിയ കാരണമാണോ എന്തോ ഒരു ചെറിയ മൂവിങ് കുറവ് തോന്നി. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഉന്തി കൊടുത്തപ്പോൾ ശരിയായി. പക്ഷെ ആൾ മൂഡ് സെറ്റല്ല, എന്താ ഈ ഫോൺ കൊടുക്കാത്തതുകൊണ്ട്. പിന്നെ അങ്ങനെ കളിച്ച് സെറ്റായിട്ടാണ്.
അനിയ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിൽ ഉൾപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അവന് 2 ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അതേ നമ്മൾ കുറച്ച് നേരമൊക്കെ സൈക്കിൾ ചവിട്ടിയതിന് ശേഷം ഞാൻ ഇത് നിൽക്കണ പരിപാടി ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ആൾ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഫുഡ് അടിക്കാൻ വന്നു കേട്ടോ. ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ തന്നെ വന്ന് എൻ്റെ കൂടെ അവൾക്കും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് ഇഡ്ഡലിയൊക്കെ ഇട്ട് സാമ്പാറൊക്കെ ഒഴിച്ച് ചട്നിയൊക്കെ എടുത്ത് കഴിക്കാൻ പോവാണ്. ഇതവൾ ഇനി വലുതായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവില്ലേ. നമുക്ക് നമ്മുടെ പഴയ ഇങ്ങനത്തെ ആ ഒരു വീഡിയോസൊന്നും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. സോ ഇത് എപ്പോഴും സ്പെഷ്യലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ എൻ്റെ ബബ്ലു ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു സെറ്റായി. അവൾക്ക് 1 വയസ്സുള്ളപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യാൻ മിടുക്കിയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ 2 പേരും കൂടിയിട്ട് കുറച്ച് നേരം TV കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടമാണ്. ഈ ഊഞ്ഞാലാട്ടമാണ് കൂടുതൽ ടൈം കേട്ടോ. അപ്പോൾ എന്നെ ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കുള്ളൂ. ഞാൻ ഉണ്ടെങ്കിൽ ആട്ടിത്തായോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത സമയത്ത് ഞാൻ ആട്ടി കൊടുക്കും. അല്ലെങ്കിൽ അമ്മേനെയും അച്ഛനെയും ഫുൾ ടൈം ഈ ഊഞ്ഞാലാട്ട തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. അവൾക്കും ഫുഡ് കൊടുത്തു. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ, വിഷ്ണുവിൻ്റെ കുറച്ച് പോക്കറ്റുകളൊക്കെ ഒന്ന് കീറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രൗസേഴ്സിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നി വയ്ക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതപ്പിൻ്റെ കര വിട്ടിട്ടുണ്ടായിരുന്നു, അതും തുന്നി വയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നി വെച്ചു കേട്ടോ. ഇന്ന് നമുക്ക് ബബ്ലുവിൻ്റെ പ്രീ സ്കൂൾ വരെ ഒന്ന് പോകണം. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണ്. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ബബ്ലു ഇതേ മുകളിൽ നിന്ന് അമ്മ ഡ്രസ്സുകൾ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവൾ ഇങ്ങോട്ട് കൊടുന്ന് വെച്ച് തരാണ് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അവളതുകൊണ്ട് എനിക്ക് എടുത്ത് കൊടുന്ന് വെച്ച് തരാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. എൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ പോവാനുള്ള ടൈമായി, 2:30 ആയി. അപ്പോൾ ഞങ്ങൾ 2 പേരും ഡ്രസ്സൊക്കെ ചെയ്ത് പോവാൻ നിൽക്കുകയാണ്. ആദ്യം ഞാൻ അവളൊന്ന് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനും ഡ്രസ്സൊക്കെ മാറ്റി. അമ്മോടും ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് നടന്നിട്ട് പോവാണ്. കുറച്ച് പോവാണ്ട്, മുന്നത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടാണ്. മുഖത്തൊരു വൈബ്സൊക്കെ വെച്ചിട്ട് നടക്കുകയാണ് ആൾ. ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ വർത്താനം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. എന്ത് കണ്ടു കഴിഞ്ഞാലും അത് അച്ഛമ്മയുടെ മരുന്നല്ലേ എന്നൊക്കെയാണ് പറയുന്നത് ഓരോ ഇലകളൊക്കെ കാണുമ്പോൾ. പിന്നെ വല്ല ചക്ക കണ്ടു കഴിഞ്ഞാൽ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചക്ക അതിനെപ്പറ്റി പറയും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്ന് അവസാനം നമ്മുടെ അങ്കണവാടി എത്തി. അവിടെ എത്തിയപ്പോൾ ഊഞ്ഞാലിൽ കുറച്ച് നേരം കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിള്ളേരെ സെറ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് വലിയ മടിയൊന്നുമില്ല, ഇങ്ങോട്ട് വരാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വലിയ പേടിയില്ല ഇനി 30-ാം തീയതി തൊട്ടിട്ട് വിടാൻ. അങ്ങനെ പിന്നെ നമ്മൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. ഡെലിവറിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം എന്തായാലും പോകാൻ പറ്റില്ല അങ്കണവാടിയിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിടാമല്ലോ. അപ്പോൾ അവൾ കണ്ട ഏതോ ഒരു ചെടി പിടിച്ച് ഇതാക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതല്ല, പൊട്ടയെന്നാണ് അമ്മ പറയണത്. അതിൻ്റെ മുള്ളും എന്തോ വിഷമുണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞ് കേട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നു. അങ്ങനെ പിന്നെ നേരെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാക്കിയിട്ട്, ഞാൻ ഡ്രസ്സ് മാറ്റിയില്ല, ഞാൻ നേരെ വന്നിട്ട് ഒരു കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടി കാപ്പിയും അതുപോലെ തന്നെ അനിയന്മാർ പോയിട്ട് കഴിക്കാൻ എന്തോ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പഴംപൊരിയോ അങ്ങനെ എന്തോ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. പക്ഷെ ആ സമയത്ത് അപ്പൂസും വീനും ഉണ്ണിയും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ പിന്നെ കാപ്പി കുടിക്കാൻ നിന്നില്ല. ആ ടൈമിൽ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കാപ്പി കുടിച്ചത്. അങ്ങനെ പിന്നെ അപ്പൂസും ഉണ്ണിയും വീനും കൂടിയിട്ട് നേരെ പുള്ളുപാട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോയി. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചില്ലടിച്ച് ഇങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.